ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ബിൻഡി ആൻഡ് ഇൻകം മെഷീനാണ്. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് പ്ലേ. ഡിയർ ഹെൻറി 30 ഇയേഴ്സ്. ഓക്കെ ഗൈസ്, നമ്മുടെ പഴയൊരു കാർട്ടൂൺ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, ഈ ഗെയിം ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. ഞാൻ മിക്ക ഗെയിമും പണ്ട് കളിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 1 മൂവിങ് പിക്ചേഴ്സ്. The objective, discover Joy's secret. ഇതൊന്നും വലിയ പാടൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങളോട് നുണ പറയില്ല ഗൈസ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് അഭിനയിക്കാം, എനിക്ക് ഗെയിം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ചെറ്റത്തരം കാണിക്കില്ല. നിങ്ങളെ കാരണത് ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചെറുതായിട്ട്. ബട്ട് ഈ ഗെയിം എനിക്കേറ്റ ഹലോ നെയ്ബറിൻ്റെ അത്രയും കൂടി ഓർമ്മയില്ല. ബട്ട് ഇതൊരു സിമ്പിൾ ഗെയിമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബ്രോ കയറുകോ. ഗെയിം ഞാൻ കളിച്ചിട്ട് 2 കൊല്ലം എന്തോ ഏകദേശം. ടൈം മെഷീൻ പോലെ ഇരിക്കണം ഇൻകം മെഷീനൊക്കെ. അപ്പം ചാടി നോക്കി, ചാടി കയറി ഉള്ളൂ. ഈ ഒബ്ജക്റ്റീവ് കിട്ടി, ടേൺ ഓൺ ദി ഇൻകം മെഷീൻ. പക്ഷെ എന്തോ പാവയെ കോപ്പൊക്കെ എടുത്ത് കണ്ടുപിടിച്ചിട്ട് നമ്മളതവിടെ കൊണ്ട് വെക്കണം. ഞാൻ കുറേ പണി പെട്ടിട്ടുണ്ട് വേണ്ടത്. എനിക്ക് നല്ല ഇവിടെ തടഞ്ഞാണല്ലോ കളന്ന് വെച്ചത്. അത് തുറന്നോ? ഇതൊന്നും കൊണ്ട് നമ്മളെ പേടിക്കും. ജോയി ശരിയല്ല. അവിടെ നമ്മൾ പണി നിർത്തിപ്പോയതാണോ അത് അടച്ചു പൂട്ടിയതാണോ? പക്ഷെ ഇത് അബാൻഡൻഡ് ആയിട്ടുള്ള ഇൻഡി ഫാക്ടറിയാണ്. ജോയ് പറഞ്ഞിട്ട് തിരിച്ചിങ്ങാട്ട് വന്ന് പണി മേടിക്കണാണ് നമ്മൾ. വല്ല കാര്യമുണ്ടോ? ഫിക്സ് ദി ഇൻകം മെഷീൻ, ലോ പ്രഷർ. എനക്ക് ഓർമ്മയുണ്ട്. എടാ ഫ്രഞ്ച് ലെവൻ്റെ നെഞ്ചത്തിരുന്ന് വെച്ചാൽ എന്തൊക്കെ സാധനങ്ങളാണ്. ഇതൊക്കെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻസ്, ഗ്രാഫിക്സ് എൻഹാൻസ്, ക്വാളിറ്റി എൻഹാൻസ്, മാക്സിമം, സബ് ടൈറ്റിൽസ് എല്ലാം ഓൺ. ശരി. അവിടെ വാങ്ങാത്തൊരു ഞാൻ പേടിച്ചടാ, ശരിക്കും പേടിച്ച്. എനിക്ക് ജംസ്കർ ഓർമ്മ വരണ്ടാണല്ലോ. ഒരു മറ്റേ ചാപ്റ്റർ 2 കിട്ടണ മറ്റേ ആക്സ് കിട്ടിയായിരുന്നെങ്കിൽ വെട്ടിക്കീറായിരുന്നു. ലാഗടിക്കല്. ഇതുകൊണ്ട് ഈ ആക്സിൽ പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് തോന്നണേ. ഇത് മറ്റേ ഹെൽത്ത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയല്ലേ ചത്ത ചെയ്യുമ്പോൾ ചാവാറാവുമ്പോ അതിൽ തുറന്നു ഗായ്സ്. എൻ്റെ അമ്മയാണെ സത്യം പറയുന്നത്. എനിക്ക് സത്യമായിട്ട് ഈ ഗെയിം 2 കൊല്ലം മുമ്പ് കളിച്ചതല്ലാണ്ട് എനിക്ക് വേറൊരു കോപ്പ് കിട്ടിയല്ല. കോപ്പ് ഓർമ്മയില്ല. അന്ന് കളിച്ചപ്പോൾ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം കളിക്കണത്. എൻ്റെ ഓർമ്മ ശരി ഈ ലൈറ്റ് അടഞ്ഞ് അപ്പം ഞാനെന്തോ ഓർമ്മ ശക്തിയാണ് എനിക്ക്. ഈ വീലെവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. വീല് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഭയങ്കര സിമ്പിളാണ്. ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് കുറച്ച് ടൈം എടുക്കും സാധനങ്ങൾ കണ്ടുപിടിക്കാൻ. ബട്ട് നോട്ട് ടഫ് ബ്രോ. 3 സാധനം കിട്ടീന്. എന്തൊക്കെയാണ്? ഇങ്ക് വേണം. അവിടെ ഇപ്പം കട്ടായനെ. ഇങ്ക് വേണം, CD വേണം, പാവ വേണം. പാവ എവിടെ നിന്ന് കിട്ടുമോ പരം. അവിടെ മ്യൂസിക്കും കിട്ടി. ഞാൻ ഇവിടെ കയറാൻ എനിക്ക് ഒരെണ്ണം കിട്ടണ്ടല്ല. നല്ല ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് കളിച്ചപ്പോൾ ഞാൻ എന്തോ 6ാം ക്ലാസ്സിൽ എന്തോ ആയിരുന്നു.
എത്ര കൊല്ലോ 5-6 കൊല്ലോ യാതൊരു ടീം കളിച്ചിട്ട്. കാരണം നിനക്കല്ല ഓടി രക്ഷപ്പെട്ടു വിടറ. എന്തിനാണ് നീ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കണത്? ആണ് നിനക്ക് ആ എന്താണ് ബോറിസ് എന്നല്ലേ അവൻ്റെ പേര്? ആ ബോറിസിൻ്റെ നെഞ്ചാങ്ങോട് പൊളിച്ചാ എന്താണ് ആ ഫ്രഞ്ച് വെച്ചാൽ കണ്ടറിഞ്ഞൂടെ ഓടണമെന്ന് കണ്ടമ്പഴി ബുദ്ധിയില്ലാത്തവ. ഓ ഇത് നമ്മുടെ സീറ്റായിരുന്നു. കണ്ടായി നമ്മളെ റിപ്ലേസ്മെന്റ് 2 ആൾക്കാരെ വെക്കേണ്ടി വന്നു. ഇത് ഈ സ്ഥലം പൊളിച്ച് ഇതിവിടെ 2 മുറി ഡെസ്ക് ഉണ്ടാക്കി. വെരി ഗുഡ്. അതായത് ഈ ഓഫീസ് അടച്ച് പൂട്ടിയില്ല, നമ്മൾ ജോലി നിർത്തിപ്പോയതാണ്. ഇപ്പം വർഷം കഴിഞ്ഞ് നമ്മൾ ഇവിടെ തിരിച്ചു വന്നപ്പോൾ നമ്മളിങ്ങോട്ട് പിടിച്ച് കയറ്റി. വെരി ഗുഡ്. ഞാൻ ഒരിക്കലും ഈ ഗെയിമിൻ്റെ സ്റ്റോറി സ്റ്റോറി മനസ്സിലാക്കാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ സ്റ്റോറി മനസ്സിലാക്കിയിട്ട് ഇടങ്ങുള്ളൂ. ഇനി എന്തൊക്കെയുണ്ട്, ഇനി ആ പാവയും കൂടി കിട്ടിയിങ്ങനെ നമുക്കുണ്ട് സാധനങ്ങൾ വെക്കാം. പാവ എവിടെ? അത് പാവ ഇവിടെയാണല്ലോ ഉണ്ടാവേണ്ടത്. എന്നുള്ള പാവില്ലാത്ത ഇവിടെ എന്താണ്? ഇവിടെ പാവില്ലാത്ത ഇവിടെ പോടാ പാവ. സംതിങ് ഫിഷി ബ്രോ. ഇവിടെ എവിടെയോ പാവുണ്ട്. പൈസ ലാഗ് അടിക്കുന്നുണ്ട്. എന്താണ്ട ലാഗ് അടിക്കണേ? ലാഗാവല്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വെണ്ടി ആൻഡ് ഡാർക്ക് റിവൈവൽ കളിക്കാൻ പോകണം. അത് സത്യം കിട്ടും. ഞാൻ ജീവിതത്തിൽ കളിച്ചിട്ടുള്ള ഫസ്റ്റ് ടൈം അവർ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. കത്തട്ടെ വെറുതെ ആളെ പേടിപ്പിക്കാനായിട്ട് അടഞ്ഞടക്കുമ്പോൾ എന്തോ പേടി കഴിഞ്ഞു. എന്താണ് അതിനകത്ത് ഇതായി. പാവേനെ തപ്പി ഞാൻ ഈ 1/2 മണിക്കൂർ കളയും. പട്ടി കുരക്കുന്നു. ടൈം കണ്ട 2:28 രാത്രി. വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ഈ നായിൻ്റെ മോനൊക്കെ എന്തിൻ്റെ കേടാണ്? അവിടെ എന്താണ് നമ്മളെന്തോ മിസ് ചെയ്യണത്? എന്താണ് നമുക്ക് കിട്ടാത്തത്? ചാവേണ്ടി വരുമോ? ചാവാനും പറ്റൂലല്ലോ ഇവിടെ. ഞാനിവിടെ ചാവാനുള്ള ഓപ്ഷൻ ഇല്ല. പാവ എന്നാലേ ഓട്ടറാ. എന്താ പാവനെ കിട്ടാത്ത വാട്ട് ബ്രോ? പാവ എവിടെ? ഇവിടെയാണോ പാവ? പാവനെ കാണാനില്ലല്ലോ. അവിടെ ഇവിടെ തിരിച്ചെത്തിയടെ. ഈ മുറിയിൽ തേങ്ങ ഉണ്ടാവില്ല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ ഡോറ അടഞ്ഞല്ലേ കിടക്കണം. സ്ഥലം സ്ഥലം ഓഹോ. അവിടെ എന്ത് വലിയ ഓഫീസാണ് അത്. നിനക്കൊക്കെ വല്ല ചെറിയ ഓഫീസ് പണിത് വെച്ചാൽ പോയി മറ്റേ ആൾക്കാരെ കഴിപ്പിക്കാനായിട്ട്. അവിടെ ഇപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് വന്നത്. എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കുക ഗൈസ്. മുക്കും മൂല നമ്മൾ ബാക്കി വെക്കരുത്. ശരി, എന്നപ്പോൾ ഞാൻ പോയിട്ട് എന്നാലും ഇവിടെ എന്തോ ഉണ്ടല്ല മാൻ. ബ്രോ എന്തോ ഒരു കണ്ടിന്യൂഷനാണ്. ഇവിടെ ഒരു സാധനം. ഇവിടെ പാവ, ഇവിടെയും പാവില്ല. ഇവിടെയും കുറേ റാക്കൂൺ സൂപ്പ് ഉണ്ടാവാറ്. ആരെ കെട്ടിക്കാനാണാവും? സൂപ്പൊന്നും അല്ലടാ, എനിക്കൊരു പാവേനത്താടാ. ഇപ്പൊ ഡേഞ്ചറൊന്നും ഇല്ല മാൻ. ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ആക്ച്വലി ഒരു കുഴപ്പം സംഭവിക്കൂല. അപ്പൊ എടാ വിട്ര താന വിട്ര. ആ സബ്ടൈറ്റിൽസ് ഇല്ലേ? എടാ സബ്ടൈറ്റിൽസ് എവിടെടാ? ബ്ലഡി ബഗർ. ഇതിപ്പോ സംഭവിച്ചു. പക്ഷെ ഞാൻ വായിക്കാൻ പോയതുകൊണ്ട് മാത്രം ഞാൻ സംസ്കാരമായില്ല.
ഗെറ്റ് ഇറ്റ് മനസ്സിലായി. ഈ പണ്ടാരം അടച്ചു കൂട്ടിയത് 5 പൈസയിലാണ്ടാണ്. ജോയിക്ക് ഭ്രാന്ത് പിടിച്ചത് തന്നെ ഏട്ടാ അവിടെ എൻജോയിനൊക്കെ കൊണ്ടിട്ട് മാത്രമേ ഇല്ലടാ. ഒരു പാവയും കൂടി ഉണ്ടോ? പാവ വെക്കാൻ പറ്റില്ല മാൻ, പാവയില്ല മാൻ. പാവ ഞാൻ അവിടെ നോപ്പിക്കോടാ. വെട്ടറ പാവ ഡേയ് പാവ വെട്ടറാ ഡേയ്. പൊന്നു ബ്രോ നീന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എനക്കൊരു ഗേൾ ഫ്രണ്ട് അല്ല വേണ്ട ഗേൾ ഫ്രണ്ട് ഉണ്ടാവും. പാവട്ര ഞാനിവിടെ പാട്ട് പാടിയിരിക്കണം. ഇവിടെ പാവാ പാവനെ കിട്ടിയറിയിക്കട്ടെ. ഇത് 1.5 മണി ഗായ്സ് ഇരിക്കാൻ. ഗൈസ് ഞാൻ ഈ ഗെയിം ഉണ്ടല്ലോ ഒരു പ്രാവശ്യം കൂടി ന്യൂന്നേക്ക് ഞാൻ ഒന്നും കൂടി കളിച്ച് മാത്തൊലി ഇവിടെ ഇരിക്കണ സാധനത്തിന് വേണ്ടി. ഗൈസ് ഞാൻ വിചാരിച്ച റാൻഡമായിട്ടാ സാധനം കളഞ്ഞു. കോപ്പ് ഇത്ര നേരം കളിച്ചത് പിന്നെയും കളക്കണം. കാണിച്ചു വാഞ്ചട്ടി ഇനി ഇങ്ക ഇവിടെ നിന്നുണ്ടാകുക ഞാൻ. ഇങ്ക അപ്പുറത്തെ മുറിയെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. എനിക്ക് വാങ്ങാൻ വല്ലാത്ത പതിയായിപ്പോയി. കോപ്പ് ഞാനിനി വിങ്ക തപ്പി നടക്കാം. അവിടെ മയില് ഇവിടെ തന്നെ ഉണ്ടായി ഗൈസ്. കിട്ടി ഗൈസ്, എല്ലാം കിട്ടി ഗൈസ്. വെറുതെ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനെ. കുഴപ്പമില്ല. പ്രോഗ്രസ് ഗൈസ്. നമുക്കിപ്പോൾ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ഈ റാൻഡമായിട്ടുള്ള ഒബ്ജക്ട്സ് എവിടെയാണ് ഒബ്ജക്ട്സ് അവിടെ തന്നെ ഒബ്ജക്ട്സ് കിട്ടുന്നത്. ആക്ച്വലി നല്ല കാര്യമാണ്. ഫ്യൂച്ചറിൽ എങ്ങനെ ചത്തു വയ്ക്കാനാ പിന്നെ അവിടെ ഒരു മിനിറ്റ് ഇവിടെ നിന്ന് വെച്ച സാധനം ഇവിടെ ഒരുത്തന് മറ്റേ ബെണ്ടിയല്ലേ അത്, ആ ബെണ്ടിയുടെ കട്ടൗട്ട് ഉണ്ടാവില്ല. ഇനി എല്ലാം കയറിക്കോ വിട്ടോ സ്ഥലം വിട്ടോ എല്ലാം വിട്ടോ. സ്വിച്ച് പാവ കിട്ടി അവിടെയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തപ്പട്ടേട്ടാ ഇനി ആ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മറവിയുടെ അസുഖമുണ്ട് ഗൈസ്. മെഷീൻ്റെ സൈഡല്ല, ഡെഫിനറ്റ്ലി മെഷീൻ്റെ സൈഡല്ല. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് എത്രയെങ്കിലും എനിക്ക് ഓർമ്മയുണ്ടാ. സ്ഥലം കണ്ടുപിടിക്കണമല്ല. കിട്ടി ഒന്ന് വേടാ പേടിക്കണം. ഞാൻ മാറിക്കോ. പേടിച്ചാൽ മതി. ഞാൻ കിട്ടി. കിട്ടാണോ ഇങ്ക് മെഷീൻ? എനിക്ക് എന്തിൻ്റെ എന്തിനാണ് ഇങ്ക് മെഷീനുണ്ട്? നീ പഴയ ഒരു എംപ്ലോയറാണ്. ഇത് അടച്ചു കൂട്ടിയിട്ട് കാലം എത്രയാടാ. അത് ഇത് കാണാൻ വന്നല്ലോടാ ജോയി വിളിച്ചിട്ട്. നീ എന്തിനാണ് ആദ്യമേ കാണാൻ വന്നത്? അത് വേറെ കാര്യം. കാണാൻ വന്നാലും കണ്ടിട്ട് പോയാൽ പോലും എന്തിനാ മെഷീനൊക്കെ ഓൺ ചെയ്യണം? പണ്ടാല് മെഷീൻ ഓൺ ചെയ്ത് കോപ്പ് ലൈറ്റ് പോയി ഗൈസ്. പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് എന്താ ഇങ്ക് മെഷീൻ്റെ അടുത്തേക്ക് പോകാൻ? അതായിരിക്കുമല്ലോ. ഡേഞ്ചർ കീപ്പ് ഔട്ട് അറിയാം. അതെ വിളിച്ചേർത്തി മാങ്ങാത്തൊലിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോപ്പം കാരണം എത്ര ചത്തിട്ടുണ്ടെന്നറിയാം.
എക്സിറ്റ് ഇനി എക്സിറ്റിലേക്ക് പോകും ശരിയാന്ന് അത് നീ കത്തില്ല ഇത്ര ഹൈറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടായിരിക്കും മാങ്ങാത്തൊലി ചത്ത് ഇനി എങ്ങനെ മേളിലേക്ക് എത്തണം നീ പെട്ടില്ലടാ പതുരി എങ്ങനെ പോടേ ഇവിടെ നമ്മളെങ്ങനെ രക്ഷപ്പെടോടാ ഇനി 4-5 ചാപ്റ്റർ ചെയ്യണ്ടേ വെറുതെ പണിക്കാരൻ കുറ്റം പറയണ ഈ ജോയി എന്തിൻ്റെയാണ് എനിക്കിതൊന്ന് പുതുക്കി പണിതാപ്പോയിരുന്ന ഡേഞ്ചർ കീപ്പ് ഔട്ട് പിന്നെ മഷിയിലേക്ക് ഇറങ്ങി നമ്മളെല്ലായിടത്തും ട്രെയിൻ ചെയ്യണം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഇങ്ക് വീണത് ഇതിവിടെ എന്ന് സ്പ്രെഡാവും തിങ്ക് എങ്ങനെയാണ് അവിടെ മാത്രം സ്പ്രെഡായത് ലോജിക്ക് ശരിയാവണല്ല വച്ചു അവിടെ പിന്നെ ഇവിടെ ഇത് ഇത്രയും കാലത്തോട് ഇങ്ക് ഇങ്ങനെ നിറഞ്ഞു കിടന്നതാണോ ഓക്കെ വറ്റിക്കിടന്ന് വെച്ചാൽ അല്ല പറ്റിക്കിടന്ന് വെച്ചാൽ പറ്റിയല്ല പറ്റി ഞാൻ കത്തം ന്യൂ ഒബ്ജക്റ്റീവ് ക്ലിയർ എ ന്യൂ പാത്ത് ആക്സ് കിട്ടിയാളാ ആക്സ് കിട്ടിയാളാ ഇനി എല്ലാത്തിനും ഞാൻ വെട്ടി കൂട്ടോളാം ഫൈനലി എൻ്റെ ഫേവറേറ്റ് വെപ്പൺ ഞാൻ എത്ര ബെണ്ടി കട്ടൗട്ട് കത്തിച്ചിട്ടുണ്ട് അല്ല വെട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ എന്ത് സുഖം ഓഹോ ഇതൊന്നും നട വെട്ടാൻ പറ്റാത്തത് അത് മരമില്ലേ കോപ്പ് ഇതെന്തേ നടകുലുക്കം തിരിച്ചു പോകാൻ പറ്റില്ല വെരി ഗുഡ് അപ്പം ഇങ്ങോട്ട് തന്നെ റൂട്ട് അങ്ങോട്ട് കളിക്കായി സേവ് ആവുണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ചാപ്റ്റർ 2 ഗൈസ് നമ്മൾ ചാപ്റ്റർ 2 എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ഒന്ന് എണീച്ചേക്കട്ടി വരും ശരി ബൈ